ദാണ്ട നിൽക്കുന്നത് എന്റെ റെവർ വെട്ടിയവന്മാര്. വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. എടോ പണിക്കരെ, താൻ ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇവന്മാരൊന്ന് തൊട്ടു നോക്ക്. അപ്പ അറിയാ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണെന്ന്. അടിച്ച് നിർത്തടാ ഇവന്മാരെ. ഒട്ടുപോയ ചുട്ടുകളെയും പാട്ടി കഴിവുള്ളവന്മാരെ. കുട്ടപ്പായി അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശു പണിക്കരുടെ കുടം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. അങ്ങോട്ട് തോണ്ട്. എന്നാടാ പണിക്കര ചമ്മുണ്ണേ, കൂലിത്തല്ലുകാരെ കയറ്റി വിടറാ. നീ പുറകെ നിന്നാ മതി. അപ്പനപ്പന്മാരെ തുടങ്ങി അതാണല്ലോ ശീലം. എടോ പണിക്കരെ, തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ, അതിൽ ഈ കൂലിത്തല്ലുകാരെയും വിളിച്ചോണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ. അതാ തനിക്ക് പറ്റിയ പണി. ചൂണ്ടയ്ക്ക് നീ പോയാ മതി. തലമുറ തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും മുളയും മാച്ചാടാ കാളികാവുകാരുടെ ചുണ്ടൻ വെള്ളം. പൈ ചുണ്ടൻ വെള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വെള്ളം? ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. എന്താടാ കൊള്ളിച്ചൊരു വർത്താനം. എടാ പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കാനാ ഞാൻ. ഒരു ചുണ്ടൻ വെള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ചാ പുല്ലടാ ചുണ്ടൻ വെള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെന്ന് ഈട്ടിത്തടി വെട്ടിച്ചുകൊണ്ടുവന്ന് നല്ല പുത്തൻ ചുണ്ടൻ വെള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്റെ ജാതിയിൽ നിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നു. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വെള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹ എഞ്ചിൻ. ഈട്ടിത്തടിയിൽ വെള്ളം ഉണ്ടായിക്കോട്ടെ, വാ കാണാം. ആ കാണാടോ. എടാ പിള്ളേരെ, ഇന്നിന് നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. എടാ കുട്ടപ്പായി, നിന്റെ ബാറ്റിൽ ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നടാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ. എന്റോടാ? ടോയ് പിസ്റ്റൾ. വായി കിടക്കണ നാക്കു കുരുത്തോളതാണെങ്കിൽ എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ? അവന്മാര് പോയത് കണ്ടോ? എന്നാലും ഈ അസമയത്ത് വണ്ടി തെറ്റിപ്പോയതാണ് സാർ. എന്താ കാര്യം? അനൂപ് ജലോട്ടയുടെ ഗസൽ സിസ്റ്റമാണെന്ന് പറഞ്ഞിരുന്നില്ലേ? GK സാർ തന്നയച്ചതാ. അവിടെ വെച്ചേക്കൂ. നമസ്കാരം പണിക്കരേട്ടാ. ഞാൻ എല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ തെണ്ടി കഴിവറടാ മോനെ. അങ്ങനെ അങ്ങ് എഴുന്നേറ്റാലോ പണിക്കർ സാറേ? ബാക്കി കൂടി കേൾക്കണ്ടേ? അന്ന് നിന്റെ കാലമായിരുന്നു. ഞാൻ വെറും തെണ്ടി. ചെയ്യാത്ത കുറ്റത്തിന് കൈയും കാലും ഒടിച്ച് ആദ്യം ഭ്രാന്താശുപത്രിയില്, പിന്നെ ജയിലില്. എല്ലാം ഞാൻ മറക്കണം അല്ലടാ? ഭ്രാന്തുള്ളവനാണ് ഷോക്ക് ട്രീറ്റ്മെന്റ്. അതില്ലാത്തവൻ അത് അനുഭവിക്കുമ്പോഴുള്ള വേദന നീ അറിഞ്ഞിട്ടില്ല. നിന്നെ ഞാനത് അറിയിക്കും. എന്റെ പത്രത്തിലെ ന്യൂഡൽഹി ഡയറിയിലെ നാളത്തെ ഹെഡ്ലൈൻ നീയാണ്: പണിക്കർ കൊല്ലപ്പെട്ടു. സർ, മിസ്റ്റർ ജോൺ വർഗീസ്. സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടർ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു 4 കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ, ഞാൻ നിന്ന് തരാം. ദാ ഇവരുടെ മുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. നോൺസെൻസ്. കളി ആരോടാണെന്ന് അറിയില്ല എനിക്ക്. അറിയാം സർ, സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട്. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്. അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന്
മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാൻ ഉടുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്, ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്. ഒന്ന് നിർത്തണം അവിടുന്ന്. നിർത്താം സർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. യു നോ വൈ? ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that.